ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐ ആൻഡ് എ വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു യൂണിക്കോണിൻ്റെ സ്റ്റിക്കറാണ്. നിങ്ങൾക്ക് ഇത് ഏത് തീമിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മൈലി തീമിൽ ഉണ്ടാക്കാം. ചിലവർക്കൊക്കെ ഈ ഡോറബൂജിയുടെ തീമായിരിക്കും. അതുപോലെ എന്ത് തീമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ യൂണിക്കോൺ സ്റ്റിക്കറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു സെല്ലോ ടേപ്പ് വേണം. അത് വേണം, അതില്ലാതെ പറ്റില്ല. പിന്നെ പേപ്പർ വേണം, കത്രിക വേണം, കളർ വേണം. കളർ സ്കെച്ചൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സ്കെച്ചും ക്രയോൺ അല്ലെങ്കിൽ വാട്ടർ കളർ അതുപോലെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പെൻസിൽ കളർ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടാണെങ്കിൽ അതും ഉപയോഗിക്കാം. പക്ഷേങ്കിൽ സ്കെച്ച്, ഈ ബ്രഷ് പെൻ, വാട്ടർ കളർ അതുപോലെ പെട്ടെന്ന് ഇങ്ങനെ ആകുന്ന അതൊന്നും എടുക്കല്. ഈ പെൻസിൽ കളർ മാത്രമാണ് കളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ വെച്ച് മാത്രം വരയ്ക്കാം. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് നമ്മളൊരു യൂണിക്കോൺ വരച്ചിരിക്കുവാണ് യൂണിക്കോൺ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പം അതിനുവേണ്ടി ഏറ്റവും ഈസി ആയ ഒരു യൂണിക്കോണാണ് ഞാൻ വരയ്ക്കണത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഒരു ഫുൾ യൂണിക്കോണാണ് വരച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി കളർ കൊടുക്കാം. ബ്ലൂ മുടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ യൂണിക്കോണെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെല്ലോ ടേപ്പാണ് വേണ്ടത്. സെല്ലോ ടേപ്പ് അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. യൂണിക്കോണിൻ്റെ പൊക്കത്ത് മൊത്തം സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് ഇത് മൊത്തം ഒട്ടിക്കണം. ഇതാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. സെല്ലോ ടേപ്പ് ഒരിക്കലും ഒട്ടിക്കാതിരിക്കല്ലേ. ഇനി നമുക്കിതൊന്നും സെല്ലോ ടേപ്പ് ഈ പേപ്പറിൽ കാണുന്ന രീതി നല്ലോണം ഒന്ന്
തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ ലൈൻ പുറത്ത് കൂടെ വിട്ട് കട്ട് ചെയ്യണമായിരിക്കും നല്ലത്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ കട്ട് ചെയ്യണില്ല. അപ്പോൾ യൂണിക്കോണെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മുടെ യൂണിക്കോണിൻ്റെ മുമ്പിൽ സെല്ലോ ടേപ്പ് എല്ലാം അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇന്ന് ചെറുതായിട്ട് ഇവിടെ കഴുകണം. ഈ ബാക്ക് വശം ഒന്ന് കഴുകണം. ആ സെല്ലോ ടേപ്പ് ഒട്ടിച്ചില്ലാത്ത വശം ഒന്ന് കഴുകണം. കഴുകണം ചെറുതായിട്ട് ഇതിങ്ങനെ ഉരച്ചെടുക്കാൻ പറ്റും. ഉരച്ചെടുക്കാം. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ വെള്ളത്തിൽ നനച്ചുകൊണ്ട് സെല്ലോ ടേപ്പിന്റെ പശ പോയി കാണുന്നു. പക്ഷെ ഇത് ശരിക്കും പോയിട്ടില്ല. പക്ഷെ ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് അധികം നനച്ചാൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇച്ചിരി നനയ്ക്കാവുള്ളൂ. അതുകൊണ്ട് പക്ഷെ ഒന്നും പോകില്ല. ഇത് ചിലപ്പോൾ നല്ല ഹാർഡായിട്ട് ഉരച്ചാൽ കീറിപ്പോകും. അതുകൊണ്ട് പതുക്കെ ആണ് ഉരയ്ക്കാവുള്ളൂ. അരച്ചൊന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്കർ റെഡിയായി. ഇനി ഇത് വെള്ളം ഒന്ന് കളയണം. അപ്പം നമ്മൾ ക്ലോത്തും കൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ വാട്ടറൊക്കെ നല്ലോണം പോണ വരെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് ഒട്ടിച്ച് നോക്കി. ഇതിൽ വേറെ പശയൊന്നും ഒട്ടിച്ചിട്ടില്ല. ഇത് ജസ്റ്റ് ആ കഴുകിയ സെല്ലോ ടേപ്പ് തന്നെയാണ്. നമുക്കിനി ഒന്ന് ഒട്ടിച്ച് നോക്കാം. നല്ലോണം ഒട്ടുന്നുണ്ട്. ഇത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറാണ്. അതായത് നമ്മൾ കൈ പിടിച്ച് നോക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല. പക്ഷേ ഇതുപോലത്തെ ഇതുപോലെ ഒട്ടിക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇങ്ങനെ വയ്ക്കുമ്പോൾ അധികം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഒട്ടിക്കുമ്പോൾ കാണാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.